ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെറും 5 മിനിറ്റ് വർക്ക് ചെയ്ത് 300 രൂപ എല്ലാവർക്കും സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഓഫറാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആരെയും റെഫറും ചെയ്യേണ്ട. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്ത് UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് കിട്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങളും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഒരുപാട് ഓഫേഴ്സ് അതുപോലെ തന്നെ ക്യാമ്പയിൻസ് എല്ലാം ടെലിഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഡെയിലി എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. മസ്റ്റായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറക്കാതെ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇപ്പോഴും സ്റ്റിൽ പേയ്മെൻറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ആദ്യം 150 ആയിരുന്നു, ഇപ്പോൾ അത് 300 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേംസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ റീഡ് ചെയ്യുക. ഇവിടെ നമുക്ക് വരുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലൊക്കേഷൻ്റെ റിവ്യൂ ചെയ്യലാണ്, അതായത് റിവ്യൂ എഴുതി കൊടുക്കലാണ്. റിവ്യൂ ചെയ്യുന്നതിന് അവർ നമുക്ക് തരുന്നത് 150 രൂപയാണ്. അതുപോലെ തന്നെ ആ ഒരു പ്ലേസിൻ്റെ ഫോട്ടോസ് 3 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 150 രൂപയും കിട്ടും. അങ്ങനെ ടോട്ടൽ 300 രൂപയാണ് അവർ ഈ ഒരു വർക്കിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റിവ്യൂ ചെയ്യേണ്ടതെന്നും എവിടെ നിന്നാണ് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാമെന്നും കറക്റ്റായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെ രണ്ടാമതായിട്ട് ഏതൊക്കെ പ്ലേസിൻ്റെ റിവ്യൂ ചെയ്താലാണ് നമുക്ക് റിവാർഡ് കിട്ടാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് കൊൽക്കത്ത വരുന്നുണ്ട്, ബാംഗ്ലൂർ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും പ്ലേസിൻ്റെ റിവ്യൂ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ ഇവിടെ ആയിട്ട് നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബാംഗ്ലൂരാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാംഗ്ലൂരുള്ള ഒരുപാട് പ്ലേസ് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ചിലപ്പം ആ ഒരു ലൊക്കേഷൻ അവൈലബിൾ ആയിരിക്കില്ല, അപ്പോൾ നിങ്ങൾ വേറെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ സെലക്ട് ചെയ്തത് ഒരു SLV എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. അതിവിടെ അവൈലബിൾ അല്ല. സോ വീണ്ടും നിങ്ങൾ നോക്കുക ഏത് പ്ലേസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ രണ്ടാമത് സെലക്ട് ചെയ്തത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓണർ, ടെനൻറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്. ഇതിലേതാണ് നമ്മളെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാനിവിടെ ആയിട്ട് ടെനൻ്റ് ആണ് കൊടുത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എത്ര ഇയേഴ്സ് ആയിട്ട് അവിടെ ഉണ്ടെന്നാണ്. ഞാൻ 2 ഇയർ ആണ് കൊടുത്തത്. അതിനുശേഷം പ്രൊസീഡ് ടു റൈറ്റ് റിവ്യൂ എന്നുള്ള ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുന്ന ഓപ്ഷൻ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവർക്ക് ജെന്യുവൻ ആണെന്ന് തോന്നണം, അതുപോലെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് റേറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് 5 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാർ ഒക്കെ കൊടുക്കാം. പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവർക്ക് ജെന്യുവൻ ആണെന്ന് തോന്നണം. അപ്പോൾ എല്ലാം ഒരുപോലെ കൊടുക്കരുത്. ചിലത് 4 സ്റ്റാർ കൊടുക്കുക അല്ലെങ്കിൽ 3 സ്റ്റാർ കൊടുക്കാം. ഇതുപോലെ കൊടുത്തു പോവാം. അപ്പോൾ ഈ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് മാനുവലി ആണ്. ഓക്കെ, അപ്പോൾ ഒരു മാനുവലി ചെക്ക് ചെയ്തവർക്ക് ജെന്യുവൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പ്ലേസിൻ്റെ പോസിറ്റീവും നെഗറ്റീവും റിവ്യൂ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു ബോക്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവ് റിവ്യൂ എഴുതുക എന്നുള്ളതാണ്. 300 ക്യാരക്ടേഴ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങളുടേതായ സ്വന്തം രീതിയിൽ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ഒരു ലൊക്കേഷൻ മുകളിലോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം ഗൂഗിളിൽ പോയിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് റിവ്യൂസ് കാണാൻ പറ്റുന്നതായിരിക്കും. അതെല്ലാം നല്ലതുപോലെ നിങ്ങൾ റീഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഒരിക്കലും അത് കോപ്പി ചെയ്യരുത്. നിങ്ങളുടേതായ രീതിയിലായിരിക്കണം നിങ്ങളുടെ റിവ്യൂ കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്താണ് ഈ ഒരു ലൊക്കേഷൻ എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ റിവ്യൂ എഴുതുക. ഏകദേശം 300 ക്യാരക്ടേഴ്സ് മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ കൊടുത്തുള്ള ഈ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ, പോസിറ്റീവായിട്ട് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ആ ഒരു ക്രോം ബ്രൗസർ ഉണ്ടല്ലോ, അതിൽ പുതിയൊരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ കൂടെ നിങ്ങൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും റിവ്യൂ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് നല്ലതുപോലെ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ പല സൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ സൈറ്റിലും ക്ലിയർ ആയിട്ട് ഓരോരുത്തരും റിവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ ഒരു പ്ലേസിൻ്റെ പോസിറ്റീവ് എന്താണ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അത് വെച്ചിട്ട് വേണം നിങ്ങൾ റിവ്യൂ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സെൻറ്റൻസിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് അതുപോലെ എൻട്രി ചെയ്യാം. നമുക്കതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ടൈപ്പ് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കി വയ്ക്കുക, കറക്റ്റായിട്ട് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണെന്ന് നോക്കി വയ്ക്കുക. അതിന് ശേഷം മാത്രം
ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുക കേട്ടോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഈ ഒരു പ്ലേസ് ഇപ്പോൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തില്ലേ, ആ ഒരു പ്ലേസിൻ്റെ ഫോട്ടോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതായത് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഫോട്ടോസും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ഇമേജസ് കിട്ടും. അതിൽ 3 നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം അവസാനം അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ആ ഒരു ബോക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് റിവ്യൂ എഴുതിയിട്ടുണ്ട്. അതായത് ആ ഒരു സൈറ്റിലെല്ലാം നോക്കിയിട്ട് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് പോസ്റ്റ് റിവ്യൂ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റേതായ രീതിയിൽ. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനുവലിയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അവർക്ക് ജെന്യുവൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് റിവാർഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്ത പോലെ ഒരിക്കലും ചെയ്യരുത്. വേറെ ഏതെങ്കിലും പ്ലേസ്, അതായത് അവിടെ കൊടുത്തുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ വരുന്ന ഏതെങ്കിലും പ്ലേസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് സെലക്ട് ചെയ്യുക. അതിനെ പറ്റിയിട്ട് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് റിവ്യൂ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലേ. അതായത് നെഗറ്റീവ്സ് സെലക്ട് ചെയ്യാനും പോസിറ്റീവ് സെലക്ട് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും റിവ്യൂ ടൈപ്പ് ചെയ്യാൻ നേരം നിങ്ങൾ കൊടുത്തുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൂടി നോക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളവിടെ റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് വരുന്ന വർക്ക് എന്ന് പറയുന്നത്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ 150 രൂപയുടെ വർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 150 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത ഒരു പ്ലേസിൻ്റെ ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ 3 ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പോസ്റ്റ് റിവ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആയിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ലിങ്ക് അവർ മെയിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതായത് പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒരുമിച്ച് ചെയ്തോളൂ കേട്ടോ. പിന്നത്തേക്ക് വെക്കേണ്ട, ഇമേജസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ നെയിം അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മൊബൈൽ നമ്പറും UPI ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് UPI പേയ്മെൻറ്റ് കിട്ടേണ്ടത് ആ ഒരു UPI എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. അവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 7 വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നതാണ് അവർ പറയുന്നത്. 7 ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ജെന്യുവൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ UPI പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. പേയ്മെൻറ്റ് പക്കയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.